മേഖലകളിൽ പരിചയപ്പെടുത്തണം എന്ന് പാനൂരിലെ ജനങ്ങളോട് പറയേണ്ടതായിട്ടില്ല. നമ്മുടെ പ്രഭാഷണ വേദികളെ ഇത്രമാത്രം ആകർഷകമാക്കിയ ഒരു വ്യക്തിത്വം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ഷണ വൈഭവം, വ്യത്യസ്ത മേഖലകളിലുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അറിവ്, അതൊന്നും ചെറുതായിരുന്നില്ല. ലോകപ്രശസ്തരായ യശസ്വികളെ കൊണ്ട് അവരുടെ ആശയതലങ്ങളെ സമ്പൂർണമായി സ്വാംശീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിത പദങ്ങളിലും തൻ്റെ കർമ്മ മേഖലകളിലും അതൊരു വെളിച്ചമായി സ്വീകരിച്ചുകൊണ്ട് പ്രസംഗവേദികളെ ധന്യമാക്കിയ റഹീം മാസ്റ്റർ പാനൂരിന് മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിന് വിസ്മരിക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ്. ഒട്ടേറെ മേഖലകളിലുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വ്യാപിച്ചു നിൽക്കുകയാണ്. തീർച്ചയായും ഒരുപക്ഷെ വളരെ കുട്ടിക്കാലത്ത് തന്നെ പ്രവാചകനായ മുഹമ്മദ് നബിയെയും വിശുദ്ധ ഖുർആനും ഹദീസുകളും ഹൃദിസ്ഥമാക്കിക്കൊണ്ട് പിന്നീട് മഹാത്മജിയെക്കുറിച്ച് പഠിച്ചുകൊണ്ട് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗാന്ധിയൻ പഠനത്തിൽ PG ബിരുദം നേടിക്കൊണ്ട്, അതാണ് അറിവിൻ്റെ തലങ്ങൾ. അദ്ദേഹം ഓരോ മേഖലകളും പടവുകൾ കയറിക്കൊണ്ടാണ് അതൊക്കെ നേടിയിട്ടുള്ളത്. വിശ്വസാഹിത്യത്തിലെ വളരെ പ്രശസ്തമായ ക്ലാസിക്കുകളെ പൂർണ്ണമായി പഠിച്ചുകൊണ്ട് ചങ്ങമ്പുഴയെയും ജലാലുദ്ദീൻ റൂമിയെയും തൻ്റെ മനസ്സിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിലാണ് അദ്ദേഹത്തിൻ്റെ അറിവുകൾ വ്യാപരിച്ചു നിന്നത്. അതുകൊണ്ട് തന്നെയാണ് എഴുത്തുകാരൻ എന്ന നിലയിലും അദ്ദേഹം ശോഭിച്ചത്. സർഗധാരയിലെ സാരസൗന്ദര്യങ്ങൾ എന്നൊരു പുസ്തകം, നന്മയുടെ മന്ദസ്മിതകൾ എന്ന മറ്റൊരു പുസ്തകം. ഞങ്ങൾക്ക് വിശ്വസിക്കുന്നു ഇന്നും വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങൾക്ക് വേണ്ടിയുള്ള മാനുസ്ക്രിപ്റ്റുകൾ ഇന്നും നിലവിലുണ്ട്. അതൊക്കെ പുസ്തകമായിട്ട് പുറത്തു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് നാം നടത്തേണ്ടുന്ന ഉത്തരവാദിത്വം, കടമ എന്ന് ഞാൻ കരുതുകയാണ്. അതിന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഉത്തരവാദിത്വം. റഹീം മാസ്റ്റർ നമ്മുടെ സമൂഹത്തിന് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ള ആശയങ്ങളുടെ തുടർച്ച അതിൻ്റെ അനുകർത്താക്കൾക്ക് ചെയ്യാൻ കഴിയണം എന്ന് മാത്രമാണ് ഈ അനുസ്മരണ സദസ്സിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. അധ്യക്ഷൻ എന്ന നിലയിൽ ഇവിടെ ദീർഘമായി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറഞ്ഞ സാന്നിധ്യവുമായ CV രാജൻ മാസ്റ്റർ പെരിങ്ങാടിയാണ്. ഞാൻ CV രാജൻ മാസ്റ്ററെ ആദരപൂർവ്വം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി കോളേജ് തലത്തിൽ 1ഉം 2ഉം സ്ഥാനം കിട്ടിയ ആ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച പ്രസംഗം അത് ഒന്നിന് ഒന്ന് മെച്ചമായിരുന്നു. പക്ഷെ വിധികർത്താക്കളുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ അല്പം ഒന്ന് പിറകോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും ആകർഷകമായിരുന്നു, വശ്യമായിരുന്നു, ധാരാളിത്തമുണ്ടായിരുന്നു, ആ അർത്ഥസമ്പുഷ്ടമായിരുന്നു ആ പ്രസംഗങ്ങൾ. സമ്മാനാർഹരായവരെയും മാത്രമല്ല അതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. യുവത്വം പ്രഭാഷണ കലയിൽ മിടുക്ക് കാണിച്ചു വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ രാജ്യം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ശ്രീ രാജീവ് കാട്ടുപ്പൻ ഇവിടെ പറയുകയുണ്ടായി, കേരള രാഷ്ട്രീയ രംഗത്തെ ഭീഷ്മാചാര്യൻ തന്നെയാണ് യഥാർത്ഥത്തിൽ PR സമാനമായി പകരം വയ്ക്കാൻ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും നൈപുണ്യമുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇനി ഉണ്ടാകേണ്ടിയിരിക്കും. എന്നാൽ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടവരെ മറക്കാതെ അവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കുവാൻ എന്നും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കുകയാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ, രാമകൃഷ്ണ ഹൈസ്കൂളിലെ ഒരു വർഷം ചേർന്ന ഒരു അധ്യാപകൻ അടുത്ത വർഷം അദ്ദേഹത്തിന്റെ പോസ്റ്റ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഒരു റീവിസിറ്റ് ആവശ്യമായി വന്നു. അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച ഞാൻ
റീവിസിറ്റിന് ഗവൺമെന്റിൽ നിന്നുള്ള ഒരു ഓർഡർ സമ്പാദിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോ എന്നോട് തിരുവനന്തപുരത്ത് ചെല്ലാൻ ആവശ്യപ്പെട്ടു. ഞാൻ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് നേരെ വണ്ടി ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ മന്ത്രി വസതിയിലേക്കാണ് പോയത്. അദ്ദേഹം എന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു, പ്രഭാത ഭക്ഷണം തന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ PA കാറിൽ എന്നെ മന്ത്രി PJ ജോസഫിന്റെ വസതിയിലേക്ക് എത്തിച്ചു. കാര്യങ്ങൾ വിളിച്ചു പറയും. അവിടെ നിന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇടാ ജേക്കബിനെ ഓഫീസിലേക്ക് അയക്കുന്നു. K ജയകുമാർ സാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ഓർഡറുമായിട്ട് എനിക്ക് അടുത്ത വണ്ടിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ സാധിച്ചു. അതായിരുന്നു PR. KP മോഹനെ കുറിച്ചും പറയേണ്ടതുണ്ട്. കാരണം എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയ ഡൽഹിയിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ ആരെയും അറിയിച്ചിരുന്നില്ല. കാരണം ഞാനൊരു സാഘോഷമായിട്ട് ആ കാര്യം ആഘോഷിക്കണമെന്ന് ഒന്നും ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ആരെയും എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ പോലും അറിയിക്കാതെയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നത്. ഞാൻ തിരിച്ചു വന്നപ്പോ മയ്യഴി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ, കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞുള്ളവര്. അതിൽ മുൻപന്തിയില് ശ്രീ KP മോഹനൻ ഉണ്ടായിരുന്നു, ഷാഹുൽ ഹമീദ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ അവരെ അറിയിച്ചിരുന്നില്ല. പക്ഷേ ഒരു MLA എന്ന നിലയിൽ അന്ന് അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണം നിർവഹിക്കുകയായിരുന്നു. എന്നെ ആനയിച്ച് എൻ്റെ വീട്ടിലെത്തിച്ച് അവിടെ നിന്ന് ചായയും കുടിച്ചു പോയൊരു കാര്യം എൻ്റെ മനസ്സിൽ മായാതെ മറയാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നും വളരെയേറെ സ്നേഹവും ബഹുമാനവും അകലെ നിന്നുകൊണ്ടും ഞാൻ KP മോഹനോട് കാണിച്ചു വരുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത് KPA റഹീമിനെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ ഏറ്റവും അധികം വേദികൾ പങ്കിട്ടിട്ടുള്ളത് KPA റഹീം മാസ്റ്ററും ഒന്നിച്ചാണ്. അത് കഴിയുമ്പോൾ ശ്രീ പട്ടിയേരി കുഞ്ഞികൃഷ്ണൻ അടിയോടിയുമായിട്ടാണ്. രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശ്രീ KPA റഹീമിന്റെ അന്ത്യനിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനും ഒരു നിമിത്തമായി എനിക്ക് എന്നതാണ് വസ്തുത. മഹാത്മാഗാന്ധി കേരള സന്ദർശനത്തിനിടയിൽ മയ്യഴിയിലൂടെ കടന്നുപോയി. മയ്യഴിയില് അദ്ദേഹത്തെ എത്തിച്ചത് ശ്രീ MK മേനോനും ശ്രീ CK രേവതി തുടങ്ങിയ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. മയ്യഴിയിൽ അദ്ദേഹം സന്ദർശിച്ചത് പുത്തൻ അമ്പലം എന്ന് പറയുന്ന പൂക്കൂട്ടിച്ചാത്തന്മാർ കെട്ടിയാടുന്ന പുത്തൻ അമ്പലത്തിലാണ്. ആ പുത്തൻ അമ്പലത്തിലേക്ക് കയറാൻ ഒരു മര ഗോവണിയാണ് ഉണ്ടായിരുന്നത്. അതിലൂടെ മഹാത്മാഗാന്ധിക്ക് കയറി വരാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയപ്പോ അത് മാറ്റിയിട്ട് അവിടെ ചെങ്കല്ലിന്റെ സ്റ്റെപ്പുകൾ പണിയുകയായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ സ്മരണക്ക് പണിതത് എന്ന്. മഹാത്മാഗാന്ധി മയ്യഴി പുത്തലം സന്ദർശിച്ചതിന്റെ 85ാം വാർഷികം ആചരിക്കുന്നതിന്റെ ഭാഗമായി മയ്യഴിയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയായ CSO അവിടെ മഹാത്മാഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്താൻ വേണ്ടി, അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത് ശ്രീ KPA റഹീം മാസ്റ്ററെ ആയിരുന്നു. അവിടെ മുഖ്യ ഭാഷണം നിർവഹിക്കേണ്ടിയിരുന്നത് ഞാനായിരുന്നു. അപ്പൊ ഈയിടെയായിട്ട് കുറച്ച് പ്രായം കൂടി വരുന്നത് കൊണ്ട് ദൂരെ പോകുമ്പോൾ എൻ്റെ ഭാര്യയും എന്നോടൊപ്പം പ്രഭാഷണത്തിന് കൂടെ വരാറുണ്ട്. അവരവരുടെ ബാഗിൽ കുറച്ച് വെള്ളം എനിക്കായി കരുതി വെക്കും. ഇപ്പൊ റഹീം മാസ്റ്റർ പ്രസംഗിച്ചു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എവിടെയായിരിക്കുന്നത്, മഹാത്മാഗാന്ധി ഇരുന്ന ആ പടവുകളില് ഒരു മരത്തിന്റെ ചുവട്ടിൽ, ആൽമര ചുവട്ടിൽ ഞങ്ങൾ ഇരുന്ന് അടുത്തടുത്തിരുന്ന് അവിടെ നിന്ന് പല കാര്യങ്ങളും ചോദിച്ച എന്നോട് ചിലരുടെ പേരുകൾ ചോദിച്ചു. മറന്നു പോകുന്നു അദ്ദേഹത്തോട്. സാധാരണ അങ്ങനെ ഉണ്ടാകുന്നതല്ല. ചോദിച്ച പേര് തന്നെ കുറച്ച് കഴിയുമ്പോൾ അധ്യക്ഷം വഹിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു, സ്വാഗതം പറഞ്ഞ ആളുടെ പേരെന്തായിരുന്നു എന്ന് എന്നോട് വീണ്ടും ചോദിച്ചപ്പോൾ തന്നെ എനിക്കൊരു സംശയം വന്നു. കാരണം റഹീം മാസ്റ്റർ ഇങ്ങനെ മറന്നുപോയി. എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുവാനും അത് ഓർത്ത് പറയുവാനുമുള്ള അസാധാരണമായ ഒരു കഴിവിന്റെ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് റഹീം മാസ്റ്റർ. പക്ഷെ അങ്ങനെയുള്ള അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കീശയിൽ എഴുതിയിരുന്ന ചില കുറിപ്പുകൾ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴും എനിക്ക് സംശയം വന്നു. കാരണം ഗാന്ധിജിയെ കുറിച്ച് ഇവിടെ PG കഴിഞ്ഞ, ഗാന്ധിയ പഠനങ്ങളെ കുറിച്ച് PG കഴിഞ്ഞ റഹീം മാസ്റ്റർക്ക് ഗാന്ധിജിയെ കുറിച്ചോ അന്ത്യപ്രവാചകനെ കുറിച്ചോ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചോ മദ്യത്തിനെതിരായിട്ടോ പ്രസംഗിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഒരു കുറിപ്പിന്റെയും ആവശ്യമില്ല, നോക്കേണ്ടുന്ന ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ഇടയ്ക്ക് കീശയിൽ നിന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു. സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പെരുമാറ്റം, സമീപനം അദ്ദേഹത്തിൽ നിന്ന് കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഗഹനമായ കാര്യങ്ങൾ പറഞ്ഞു.
അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ഥലത്ത് ക്ഷേത്രപ്പറമ്പിൽ വെള്ളം കിട്ടില്ല. അപ്പോഴാണ് എന്റെ ഭാര്യ അവരുടെ ബാഗിൽ എനിക്കായി കരുതി വെച്ചിരുന്ന ആ വെള്ളം കുപ്പിയോടെ എടുത്തിട്ട് ഈ സംഘാടകരുടെ കയ്യിൽ കൊടുക്കുകയും ആ വെള്ളം കുടിച്ചുകൊണ്ട് റഹീം മാസ്റ്റർ പറഞ്ഞു ഒന്നുകൂടി പ്രസംഗം തുടർന്നു. പക്ഷേ ഉടനെ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്ന് ഇരിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം ആ പടവുകളിൽ ഞങ്ങളുടെ കൺമുമ്പിൽ അദ്ദേഹം ഇരുന്ന് യഥാർത്ഥത്തിൽ അന്ത്യനിമിഷം എന്ന് തന്നെ പറയാവുന്ന ആ നിമിഷങ്ങൾക്ക് ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടുന്ന ഒരു ദുരനുഭവം അല്ല, മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ ആ ഒരു അനുഭവം എന്നും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ട്. ഇന്നലെ അവിടെ അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടികൾ ഒരു പദയാത്രയോടുകൂടി നടക്കുകയുണ്ടായി. റഹീം മാസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ പാനൂരുകാരോട് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യം ഇല്ല. കാരണം എന്നേക്കാൾ റഹീം മാസ്റ്ററെ അറിയുന്നവരാ ഇവിടെ ഉള്ളത്. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്ന് ലോകപ്രശസ്ത തത്വചിന്തകനായിരുന്ന സോക്രട്ടീസ് പറയുകയുണ്ടായി. ഒരു അധ്യാപകൻ ആഗ്രഹിക്കുന്നത് തന്നേക്കാൾ പ്രശസ്തനായ ഒരു വിദ്യാർത്ഥിയെ ഈ ലോകത്തിന് സമ്മാനിക്കണമെന്ന ഒരു അധ്യാപകന്റെ അദമ്യമായ ആഗ്രഹം എന്ന് സോക്രട്ടീസ് പറയുകയുണ്ടായി. അദ്ദേഹം അതേപോലെ ഒരു ശിഷ്യനെ സൃഷ്ടിച്ചു. അതാണ് പ്ലാറ്റോ. പ്ലാറ്റോ പറഞ്ഞു അറിവ് എന്നത് നമ്മുടെ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കേണ്ടുന്ന ഒന്നല്ല, അതവർ സ്വയം ആർജിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ശ്രീ പി ആറിന്റെ ശിഷ്യൻ സോക്രട്ടീസ് പറഞ്ഞതുപോലെ പി ആറിനോടൊപ്പം നമ്മുടെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും എഴുത്തുകാരനും പ്രഗത്ഭനായ അധ്യാപകനും ഒക്കെയായിട്ട് അദ്ദേഹം മാറി. ഇനി പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിലെത്തുമ്പോ അദ്ദേഹം പറഞ്ഞത് വിദ്യ ആർജിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അധ്യാപനമാണ് എന്ന് പറഞ്ഞു. റഹീം മാസ്റ്റർ അധ്യാപകനായിക്കൊണ്ട് തന്നെ വിദ്യ ആർജിച്ചു, PG എടുത്തു, വീണ്ടും വീണ്ടും പഠിച്ചു. എന്നും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് ഒരു വിശ്വവിജ്ഞാന കോശമായിട്ട് വളർന്നു വരുവാൻ റഹീം മാസ്റ്റർക്ക് സാധിച്ചു എന്നതാണ് വസ്തുത. അദ്ദേഹം ഗാന്ധിജൻ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഗാന്ധിജി മദ്യത്തിനെതിരായിരുന്നു, മയക്കുമരുന്നുകൾക്കെതിരായിരുന്നു. ഈ രാജ്യത്തിന്റെ ഭരണം ഒരു 48 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് കരഗതമാവുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുക ഈ രാജ്യത്തെ മദ്യഷാപ്പുകളൊക്കെ അടച്ചുപൂട്ടുകയായിരിക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞു. ആ ഒരു ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തിന് അങ്ങോളം ഇങ്ങോളം റഹീം മാസ്റ്റർ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും എതിരായിട്ടുള്ള പോരാട്ടം നടത്തി. ഒരു പ്രാവശ്യം റഹീം മാസ്റ്റർ എന്നോട് പറഞ്ഞു, പലപ്പോഴും കൂടെ ഞാനും ഉണ്ടാകും, എന്നോട് പറഞ്ഞു രാജമാഷെ നമുക്കൊക്കെ പ്രായമായി, എത്ര കാലമായി നമ്മൾ ഈ ലഹരിക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ അതേ വാക്ക്, പക്ഷെ കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ എന്ന് പരിതപിക്കുകയുണ്ടായി അദ്ദേഹം. മഹാത്മാഗാന്ധി പറഞ്ഞു we have sufficiency in the world for man's need but not for man's greed. നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം തന്നെ പ്രകൃതി തന്നെ ഈ ഭൂമിയിൽ വിന്യസിച്ച് തന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ അത്യാഗ്രഹത്തിനുള്ളതില്ല എന്ന് പറഞ്ഞു. പ്രകൃതി സംരക്ഷണമായിരുന്നു ഗാന്ധിജി ഊന്നൽ നൽകിയത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു നിങ്ങളെ ക്ഷേത്രങ്ങൾ പണിയുക, അതോടൊപ്പം വായനശാലകൾ പണിയുക, അതോടൊപ്പം പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ലൈബ്രറികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരു. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെയും ആ പ്രകൃതി സംരക്ഷണം എന്ന ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടും ഒരുപാട് പ്രഭാഷണങ്ങൾ റഹീം മാസ്റ്റർ നടത്തുകയുണ്ടായി. അപ്പോ ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇപ്പൊ ജനുവരി മാസത്തിലും തോരാത്ത മഴയും ഇടിമിന്നലും കാറ്റും പേമാരിയും ഒക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തുലാവർഷം ഉണ്ടായിരുന്നില്ല. ജൂലൈ വർഷങ്ങളില് മഴയല്ല, പേമാരിയായിരുന്നു, ഉരുൾപൊട്ടലായിരുന്നു, ഓഖിയായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് പ്രകൃതിയൊക്കെ താളം തെറ്റിയിരിക്കുന്നു. അമേരിക്കയില് ഡെത്ത് വാലി എന്ന് പറയുന്ന കാലിഫോർണിയക്ക് അടുത്തുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തിന് ഇപ്പൊ പേരിട്ടിരിക്കുന്നത് ഡെത്ത് വാലി എന്ന. കാരണം അവിടെ പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശത്ത് ജനസാന്ദ്രതയുണ്ടായിരുന്ന ഒരു പ്രദേശം ഇന്ന് ജനങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അവിടുന്ന്. കാരണം അവിടുത്തെ താപം
സഹിക്കാൻ കഴിയുന്നില്ല ഊഷ്മാവ്. 57 ഡിഗ്രി സെൽഷ്യസോളം താപനില വർദ്ധിച്ചപ്പോ ജനങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാര് മുന്നറിയിപ്പ് നൽകുന്നു ലോകത്തിന്. അമേരിക്കയിലെ ഇവിടെ മാത്രമല്ല, വരുന്ന നൂറ്റാണ്ടിൽ ഏതാണ്ട് അമേരിക്കയിലെ എല്ലാ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. ഗ്രേറ്റ ട്യൂൺബർഗ് എന്ന് പറയുന്ന സ്വീഡിഷ്കാരി 16 വയസ്സുള്ള പെൺകുട്ടി അന്താരാഷ്ട്ര കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം അമേരിക്കയിലെ കാലിഫോർണിയയിൽ നടക്കുമ്പോ ഈ സ്വീഡിഷ് പെൺകുട്ടി പ്രകൃതിക്ക് കാർബൺ എമിഷൻ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് പായ്വഞ്ചിയിൽ സ്വീഡനിൽ നിന്ന് അറ്റ്ലാന്റിക്കിലൂടെ സഞ്ചരിച്ചിട്ട് അമേരിക്കയിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെയും മുഖത്ത് നോക്കിക്കൊണ്ട്, ലോക നേതാക്കന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ എന്റെ ഭാഗ്യം തകർത്തിരിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്കിവിടെ ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളോട് പൊറുക്കുകയില്ല ഞങ്ങൾ എന്ന് പറയുന്നു. കാരണം കാലാവസ്ഥ നേരിടുന്ന അതിഗുരുതരമായ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഈ 16 വയസ്സുകാരി ലോകത്തിന്. ഫ്രൈഡേസ് ഫോർ നേച്ചർ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ഈ കുട്ടി പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളം ഒരു ഊഷരഭൂമിയാകാൻ പോകുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. കേരളത്തിൽ നിന്ന് 3000 കിലോമീറ്റർ അപ്പുറം കേരളത്തിന്റെ അതേ അക്ഷാംശ രേഖയിലുള്ള സോമാലിയ ഇന്ന് മരുഭൂമിയാണ്. ലോകത്തിലെ പട്ടിണി പാവങ്ങളുടെ തലസ്ഥാനമാണ് സോമാലിയ. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് കേരളത്തിന് സമാനമായ 2 കാലവർഷങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സുന്ദരമായ ഹരിതാഭമായ ഭൂപ്രദേശമായിരുന്നു അത്. നിബിഡ വനങ്ങളായിരുന്നു, നെൽവയലുകളായിരുന്നു, അവിടെ സമ്പന്നരായിരുന്നു അവിടുത്തെ ജനങ്ങൾ. പിന്നീട് എന്ത് സംഭവിച്ചു? നെൽവയലുകളൊക്കെ നികത്തി അവിടെ ഗോൾഫ് മൈതാനങ്ങൾ ഉണ്ടാക്കി, മരങ്ങളൊക്കെ മുറിച്ച് കൽക്കരിയാക്കി മറ്റു രാജ്യങ്ങൾക്ക് കയറ്റി അയച്ചു. അവിടെ മണിമാളികകള്, സൗധങ്ങള് പണിതുയർത്തി. ഒടുവിൽ എന്തായി? മഴ കുറഞ്ഞു. എന്താ കാരണം? പെയ്യുന്ന മഴയെ സംഭരിച്ചു നിർത്തുവാൻ പ്രകൃതിയുടെ ജലസംഭരണികളായ വയലുകളെയൊക്കെ നമ്മൾ നികത്തിയിരുന്നു. ഈ ജലത്തെ സ്വാംശീകരിച്ചു നിർത്തുന്ന മരങ്ങളുടെ വേരുകള് അറുത്ത് മുറിച്ചിരുന്നു നമ്മൾ. മലകളെ നമ്മൾ ഇടിച്ച് നിരത്തി നമ്മൾ തോടുകളെയും സ്വാഭാവിക ജലസ്രോതസ്സുകളെയും ഒക്കെ അവിടെ നിരത്തിയിരുന്നു. പിന്നീട് എന്തുണ്ടായി? അവിടെ ജലം സ്വാംശീകരിച്ചു നിർത്താൻ മണ്ണിന്റെ കഴിവ് നഷ്ടമാകുന്നു, മരങ്ങൾ ഇല്ലാതാവുന്നു, മഴ കുറയുന്നു, അത് രൂക്ഷ ഭൂമിയായി മാറുന്നു. ഇത് സൊമാലിയക്ക് സംഭവിച്ചുവെങ്കിൽ അടുത്ത നൂറ്റാണ്ടിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. പ്രൊഫസർ ഇന്ദു ചൂടൻ പാലക്കാട് അപൂർവ ഇനം പക്ഷികളെ കണ്ടെത്തി. അദ്ദേഹം അത് വസ്തുനിഷ്ഠമായി പഠിച്ചപ്പോ ഇത് ആഫ്രിക്കയിലെ സഹാറ കൽഹാരി മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒരുതരം പക്ഷികളാണെന്നും ഇതിവിടെ എങ്ങനെ വന്നു എന്നും അദ്ദേഹം പഠിച്ചപ്പോൾ ഈ പ്രാണികൾക്കാണ്, മിണ്ടാപ്രാണികൾക്കാണ് യഥാർത്ഥത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിയുന്നത്. അവർ മനസ്സിലാക്കിയിരിക്കുന്നു അടുത്ത മരുഭൂമി പാലക്കാടാണ് എന്ന്. സിറോഫൈറ്റ്സ് എന്ന് പറയുന്ന മരുഭൂമിയിൽ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങൾ വയനാട്ടിലും പാലക്കാടും തലപൊക്കും. എന്താ കാരണം? അവിടെ ആണ് കേരളത്തിൽ ഏറ്റവും ആദ്യം മരുഭൂമിയാവാൻ പോകുന്നത്. നമ്മുടെ യുവാക്കളിൽ 38.9% മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു കണക്ക്. കഴിഞ്ഞ ഓണക്കാലത്ത് 500 കോടി രൂപയുടെ മദ്യമാണ് ബീവറേജസ് കോർപ്പറേഷനിലൂടെ മാത്രം നമ്മൾ വിറ്റഴിച്ചത് എന്നതാണ് വസ്തുത. ആത്മഹത്യകൾ യുവാക്കളിലെ വിദ്യാർത്ഥികളിലെ ഏറ്റവും നടക്കുന്ന ഒരു പ്രദേശമായിട്ട് നമ്മുടെ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും അധികം മദ്യപാനികളുടെ സംസ്ഥാനമായിട്ട് പഞ്ചാബായിരുന്നു. ആ സ്ഥാനം ഇന്ന് കേരളത്തിനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെ പലരും നമ്മൾ കരുതുന്നത് പോലെയല്ല മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും നീരാളി പിടുത്തത്തിലാണ് നമ്മുടെ മക്കൾ എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിനെതിരായിട്ടുള്ള കൗൺസിലിങ്ങും ബോധവൽക്കരണ ക്ലാസുകളും കോളേജ് തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ സമയങ്ങളിൽ കണ്ണൂർ SN കോളേജിലും കണ്ണൻ കോളേജിലും കൃഷ്ണമേനോൻ വനിതാ കോളേജിലും മലബാർ ക്രിസ്ത്യൻ കോളേജിലും ഒക്കെ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയുകയാണ്. വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്ന ആ ഒരു സമയത്ത് കുട്ടികൾ മനസ്സ് തുറക്കുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ വെളിപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്
രക്ഷിതാക്കളോടാണ്. വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്ന പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ ആ ധാരണ ചിലപ്പോൾ മിഥ്യാധാരണകളായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവർ കൂട്ടുകൂടുന്നത് ആരോടാണെന്നും അവർ ഇടപെടുന്നത് ആരോടാണെന്നും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെൻഡാസോസിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് കുത്തിവയ്ക്കുന്ന കുട്ടികളെ കയ്യോടെ കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ണൂർ പോലീസ് ഓഫീസർക്ക് പിടികൂടി. ആ കുട്ടികള് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന യൂണിഫോം അണിഞ്ഞവരായിരുന്നു. 10 മണിക്ക് ശേഷം പഴയ ബസ് സ്റ്റാൻഡിന്റെ ഓരങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളിക്കുമ്പോ പോലീസ് ജീപ്പ് നിർത്തിയിട്ട് ആ കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോ മനസ്സിലായി കാര്യങ്ങൾ. അവരുടെ ഇൻസ്ട്രുമെന്റ് ബോക്സും അതുപോലുള്ള കാര്യങ്ങളും പരതിയപ്പോ അതിനകത്തു നിന്ന് ഒരു ആംപ്യൂൾ മരുന്ന് കണ്ടെത്തുന്നു, ഒരു സിറിഞ്ച് കണ്ടെത്തുന്നു. എന്താ മരുന്ന്? പെൻഡാസോസിൻ. എന്താ ഈ മരുന്ന്? ക്യാൻസർ ബാധിച്ച് കീമോതെറാപ്പി നടത്തി പിന്നെ എല്ലാം നടത്തിയിട്ട് റേഡിയേഷൻ നടത്തിയിട്ട് ഒക്കെ അവസാനം മാറാതെ വേദന കടിച്ചമർത്തി കഴിയുന്ന രോഗികൾക്ക് വേദന സംഹാരിയായിട്ട് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ ഒരു വേദന സംഹാരിയാണ് കുട്ടികള് ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ കുത്തിവെക്കാനായിട്ട് ബാഗിൽ കരുതിയിരുന്നത്. നമ്മള് കരുതുമോ നമ്മുടെ മക്കള് ഇങ്ങനെ ഇത് ഉപയോഗിക്കുമെന്ന്? അതുകൊണ്ട് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, വളരെയേറെ കരുതൽ വേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന വസ്തുത നമ്മൾ മറക്കാതിരിക്കുക. സാന്ദ്ര സ്റ്റീൻ ഗ്രാവിക് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരു സുന്ദരമായ ഭൂപ്രദേശം, ആ ഭൂപ്രദേശത്തെ, പച്ചപ്പുള്ള ഭൂപ്രദേശത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ശാന്തമായി ഒരു തോട്, ഒരു അരുവി ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. നിർബാധം തെളിനീരായി ഇങ്ങനെ ഒഴുകിപ്പോകും. നിഷ്കളങ്കരായ ഗ്രാമീണര് അവിടെ വസിക്കുന്നു. അപ്പോൾ ചിലപ്പോഴൊക്കെ ചില മൃതശരീരങ്ങൾ എവിടെ നിന്നോ എങ്ങു നിന്നോ ഈ ഒരു കായലിലൂടെ, ഈ ഒരു പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് കാണാറുണ്ട്. അതിനെ ഇവര് അവരുടെ നിഷ്കളങ്കത കൊണ്ട് അതിലെടുത്ത് കരയിൽ വെച്ചിട്ട് അതിന് ജീവൻ വെപ്പിക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ ജീവനില്ലാത്ത മൃതശരീരങ്ങളായിരിക്കും, പക്ഷേ അജ്ഞത കൊണ്ട് ഇതിന് ജീവൻ വെപ്പിക്കാൻ ശ്രമിക്കും അവര്. വെള്ളം കൊടുക്കാൻ ശ്രമിക്കും അവര്, നെഞ്ചമർത്തി നോക്കും അവര്. നടക്കാതായാൽ ഇതിനെ എടുത്ത് വെള്ളത്തിലോട്ടിടും. കുറെ കഴിയുമ്പോ മറ്റൊരു ഡെഡ് ബോഡി വരുമ്പോ ഇതേ രീതിയിൽ അവര് ചെയ്യുന്നു. പക്ഷേ ഈ പാവം ഗ്രാമീണർക്ക് ഇവർ എവിടെ നിന്ന് വരുന്നു, ഇതിന്റെ മരണകാരണം എന്നെന്ന് അന്വേഷിക്കാനുള്ള, ആലോചിക്കുവാനുള്ള അത്ര ബുദ്ധിയോ സാവകാശോ അവർക്ക് ഇല്ലായിരുന്നു. നമ്മുടെ കാര്യവും അങ്ങനെയാണ്. ക്യാൻസർ വരുന്നു, ക്യാൻസറിനെതിരായിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നു, ആശുപത്രികൾ പണിയുന്നു, MCCയിൽ കുട്ടികൾക്ക് മാത്രമായിട്ടൊരു വാർഡ് പണിയുന്നു. ഒരുപാട് ലക്ഷങ്ങൾ നമ്മുടെ ക്യാൻസർ ആശുപത്രി, മെഡിക്കൽ കോളേജുകളിലൊക്കെ ക്യാൻസർ വാർഡുകൾ പണിയുന്നു. റേഡിയോളജിസ്റ്റുകളുണ്ട്, ഓൺകോളജി വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഈ ക്യാൻസറിന് കാരണം എന്തെന്ന് കണ്ടെത്തിയിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നില്ല. കോവിഡിന്റെ കാര്യവും അത് ഞാൻ നീണ്ടുപോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയെക്കുറിച്ചും അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനെ കുറിച്ചും ഒക്കെ തന്നെ ഗാന്ധിയൻ ആദർശങ്ങളെ കുറിച്ചും ഒക്കെയാണ് റഹീം മാസ്റ്റർ നമ്മളോട് പറഞ്ഞു തന്നത്. ഒരുപക്ഷെ റഹീം മാസ്റ്ററെ പോലെ യുവതലമുറക്ക് ഗാന്ധിജിയെ കുറിച്ച് ഇത്ര ആഴത്തില് പഠിച്ചിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ആള് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാമില്ല എന്ന് തന്നെ. ഇനി ആളുകൾ വളർന്നു വരേണ്ടതുണ്ട്. അത്രമേൽ ഗാന്ധിജി അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരു സർവമതമേവം സാരവും ഏകം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മതങ്ങളെയും ഒന്നായി കാണാൻ ശ്രീനാരായണ ഗുരു നമ്മെ പഠിപ്പിച്ചു. അത് തന്നെ റഹീം മാസ്റ്റർ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നതാണ് വസ്തുത. അന്ത്യപ്രവാചകനെ കുറിച്ച് നബിദിനങ്ങളില് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടാൽ നമുക്ക് തോന്നുക ഏതോ ഒരു മൗലവി വന്നിട്ട് പ്രഭാഷണം നടത്തുന്നതായിട്ടാണ് തോന്നുക. തലേ ദിവസം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വേദങ്ങളും ഇതിഹാസങ്ങളും ഉയർത്തിക്കാട്ടി പ്രസംഗിച്ചിരുന്ന റഹീം മാസ്റ്റർ അടുത്ത ദിവസം അന്ത്യപ്രവാചകനെ കുറിച്ച്, ആയത്തുകളെ കുറിച്ച്, ഹദീസുകളെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോ ഇന്നലെ പ്രസംഗിച്ച ആളാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുമ്പോഴും നമുക്ക് ഇതേപോലെ തോന്നിപ്പോകും. പ്രകൃതിയെ പറ്റി പറയുന്ന റഹീം മാസ്റ്റർ ലഹരി വസ്തുക്കൾക്കെതിരായിട്ട് പറയുമ്പോഴും ഇത് തന്നെ ആയി പോകും. സാഹിത്യ ചർച്ചകളില് ഒരു സാഹിത്യകാരനായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളും, സമസ്ത മേഖലകളിലും
അദ്ദേഹത്തിന്റെ ആ ഒരു സ്പർശനം ഉണ്ട് എന്നതാണ് വസ്തുത. അങ്ങനെയുള്ള റഹീം മാസ്റ്റർ വിടവാങ്ങിയത് നമ്മുടെ നാടിന്റെ നഷ്ടമാണ്. നമ്മുടെ നാട് റഹീം മാസ്റ്റർ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തോ എന്നൊരു സംശയം പോലും നമ്മുടെ മനസ്സിലൊക്കെ ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഭൂമുഖത്ത് നിന്ന് തിരോധാനം ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി നഫീസ ഉമ്മ അവിടെയുണ്ട്, മകളുടെ ഭർത്താവുണ്ട്, അവരുടെ മകനുണ്ട്, അവരെയൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും വളരെ സന്തോഷമുണ്ട് റഹീം മാസ്റ്ററെ സ്മരിക്കാൻ ഇങ്ങനെ ഒരു പരിപാടി ശ്രീ കെ പി മോഹനന്റെ ശ്രീ PR ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തിയതിന് വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവും പങ്കുവെച്ചുകൊണ്ട് ഞാൻ അല്പം ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കണേ എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. തികഞ്ഞ ഒരു ഗാന്ധിയനായി ഗാന്ധി ദർശനങ്ങളും ശ്രീനാരായണ ആദർശങ്ങളും ഈ പ്രദേശത്തെ ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച റഹീം മാസ്റ്റർ ഇല്ലാതെ കഴിഞ്ഞ 2 വർഷമായി ഈ PR മന്ദിരത്തിൻ്റെ ഈ വേദിയടക്കം ആ ശൂന്യത അനുഭവിക്കുകയാണ്. റഹീം മാസ്റ്റർ പാനൂരിൻ്റെ സാംസ്കാരിക മുഖമായിരുന്നു. സഖാവ് PR-ന്റെ രാഷ്ട്രീയ കളരിയിലൂടെ സോഷ്യലിസ്റ്റ് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി ഒരു തികഞ്ഞ സോഷ്യലിസ്റ്റായി ജീവിച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്നു റഹീം മാസ്റ്റർ. ഇവിടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ വാഗ്ദോവണിയിൽ ഗണഗംഭീരമായ ശബ്ദത്തിൽ അദ്ദേഹം നമ്മോട് സംവദിച്ചിരുന്നത് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. മാഹി പുതമ്പരം ക്ഷേത്രത്തിൽ മഹാത്മാഗാന്ധി സന്ദർശിച്ചതിന്റെ 85ാം വാർഷിക ആഘോഷവേളയിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. പക്ഷേ ഒരു നിമിത്തമായിരിക്കാം ഗാന്ധിയൻ ദർശനങ്ങൾക്ക് വേണ്ടി ഗാന്ധിയൻ കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിലെത്തിക്കുന്നതിന് വേണ്ടി ജീവിതാവസാനം വരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ റഹീം മാസ്റ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൗമ്യതയുടെ ഒരു മുഖമായിരുന്നു റഹീം മാസ്റ്റർ. സ്നേഹത്തോടു കൂടിയല്ലാതെ, സൗമ്യഭാവത്തോടു കൂടിയല്ലാതെ റഹീം മാസ്റ്റർ ആരുമായി ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ശ്രീനാരായണ ഗുരുദേവന്റെയും വാഗ്ബലാനന്ദയുടെയും മഹാത്മജിയുടെയും ടാഗോറിന്റെയും അടക്കമുള്ള എല്ലാ ആളുകളുടെയും ദാർശനിക തലങ്ങൾ സ്വയം സാക്ഷീകരിച്ചുകൊണ്ട് ജനവിഭാഗങ്ങൾക്ക് പുതിയൊരു അറിവിന്റെ വാതാവരണം തുറന്നുകൊടുക്കുന്നതിന് വേണ്ടി ആ പ്രകാശങ്ങളിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങളിൽ ഒന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗാന്ധി ദർശനങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് മതാന്തർക്കെതിരെ, വർഗീയതക്കെതിരെ, ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ എന്നും ജീവിതകാലം മുഴുവൻ പ്രചരണം നടത്തിയ റഹീം മാസ്റ്ററുടെ ഓർമ്മകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫാസിസ്റ്റ് ശക്തികൾ ഈ രാജ്യത്തെ വലിഞ്ഞു മുറിക്കാൻ മുന്നിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഗാന്ധികാരനെപ്പോഴും ആദരിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ നാടിൽ മാനവ ഐക്യത്തിനു വേണ്ടി, മാനവ സാഹോദര്യത്തിനു വേണ്ടി, സ്നേഹത്തിനു വേണ്ടി മഹത്തായ സംഭാവനകൾ ചെയ്ത റഹീം മാസ്റ്ററുടെ ഓർമ്മകൾ അത്തരമൊരു പോരാട്ടത്തിന്റെ വീതിയിൽ നമുക്ക് കരുത്തു വരാൻ പര്യാപ്തമായി തീരട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു ഉത്തമനായ മനുഷ്യന് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിറങ്ങിയ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു റഹീം മാസ്റ്റർ. റഹീം മാസ്റ്ററുടെ ജീവിതത്തിന്റെ പന്താവിലെ ഓരോ ഏടുകൾ എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോടൊക്കെ തന്നെ സൗമ്യമായി പെരുമാറിക്കൊണ്ട് സ്നേഹമത്സരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവരുടെ മനസ്സുകളിലേക്ക് സ്ഥിരപ്രതിഷ്ഠ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭൂഭാഗങ്ങൾ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. റഹീം മാസ്റ്ററെ കുറിച്ച് പ്രസിദ്ധീകരിച്ച സത്യാന്വേഷിയായ മനീഷി എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയടക്കം മക്കളടക്കം ലേലയും മകൻ നബീറും
ചുമട് വരക്കുന്ന ആളുകൾ തങ്ങളുടെ ഉപയെ കുറിച്ച് അഭിമാനത്തോടു കൂടി പറഞ്ഞ വാക്കുകൾ, ഒരു സ്നേഹനിധിയായ പിതാവ്, നല്ല രീതിയിൽ നമ്മുടെ കുടുംബത്തെ നയിച്ചുകൊണ്ടുപോയ സ്നേഹനിധിയായ പിതാവ്, നല്ല മാർഗങ്ങളിലൂടെ നല്ല ദർശനങ്ങളിലൂടെ നന്മയിലേക്ക് നയിച്ച ഒരു പിതാവായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട റഹീം മാസ്റ്റർ എന്ന് തന്റെ മക്കൾ അനുസ്മരിച്ച് നമുക്ക് കാണാൻ കഴിയും. അച്ഛന്റെ ഒരു കുറിപ്പ് ആ പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. വീട്ടിന്റെ വരാന്തയിലിരുന്നുകൊണ്ട് അദ്ദേഹമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ തൊട്ടിയ മുറ്റത്തുള്ള ചെടിയുടെ ഇലയിൽ പതിച്ചപ്പോൾ വളരെ വികാരാധീനയായിക്കൊണ്ട് റഹീം മാസ്റ്റർ സംസാരിച്ച ഒരു വിഷയം അച്ഛൻ തന്റെ അനുഭവത്തോട് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു പെരുവിനെ പോലും ദ്രോഹിക്കാൻ കഴിയാത്ത ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു റഹീം മാസ്റ്റർ എന്ന് കാണിക്കുന്ന സംഭവമായിരുന്നു അത്. ആ കുടുംബത്തിന്റെ മറ്റൊരു സംഭവം സൂചിപ്പിച്ചു. ഒരു പെരുവിനെ കണ്ടപ്പോൾ വീട്ടുകാരെല്ലാവരും അത്ഭുത സ്തബ്ധരായിരുന്നപ്പോൾ റഹീം മാസ്റ്റർ അവരോട് പറയുകയുണ്ടായി, ഇതൊരു പൂമ്പാറ്റിയായിരുന്നുവെങ്കിൽ നിങ്ങൾ ആഹ്ലാദിക്കുമായിരുന്നില്ലേ? പണിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ സ്തബ്ധരായി നിൽക്കുന്നത്. ഒരു എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയായ എല്ലാറ്റിനെയും ഒരേപോലെ കാണാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണമെന്നുള്ള ഉന്നതമായ മൂല്യങ്ങൾ തന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും പൊതുസമൂഹത്തിനും പഠിപ്പിച്ചുകൊണ്ടാണ് റഹീം മാസ്റ്റർ നമ്മെ വിട്ടുതന്നിട്ടുള്ളത്. അധ്യക്ഷൻ 5 മിനിറ്റിൽ അധികരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഗാന്ധിയൻ ദർശനങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് തന്റെ ഗുരുവായി കണ്ട ഗാന്ധിയെ ആര് വിമർശിച്ചാലും തന്റെ ഹൃദയത്തിലേക്കുള്ള നെരുവാണത് എന്ന് കണ്ടുകൊണ്ടാണ് അവസാന നിമിഷത്തിലും ഗാന്ധി നിന്ന് നടത്തിയ അരുന്ധതി റോയ്ക്കെതിരെ പ്രതിപദിച്ചുകൊണ്ടാണ് ഈ ഭാരതം ചുമമാറിക്കോരുടെ ഭാരതം എന്ന വാക്കിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് അനുവാദങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ പ്രാരബ്ധങ്ങളില്ലാത്ത ലോകത്തിലേക്ക് റഹീം മാസ്റ്റർ യാത്രയായത്. അരുന്ധതി റോയ് ഈ മഹാത്മാഗാന്ധിയെ വിമർശിച്ചപ്പോൾ ഈ പർവ്വതത്തോട് നല്ലറിയാൻ അരുന്ധതി റോയ് വളർന്നിട്ടില്ല എന്നുള്ള ആ വാക്കുകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നമ്മെ വിട്ടുപോയ റഹീം മാസ്റ്ററുടെ ഓർമ്മകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹം ഒരുപാട് മൂല്യച്ചുതികളുമായി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഗാന്ധിയൻ ദർശനങ്ങളും സീതാരാമ ദർശനങ്ങളും വാക്പരാനന്ദ വചനങ്ങളും ഒക്കെ തന്നെ ഈ നാടിന് ആവശ്യമായ ഘട്ടത്തിൽ നമുക്ക് റഹീം മാസ്റ്റർ ചെയ്യാനുള്ള കടമ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഉന്നത മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഗാന്ധിജി ദർശനങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളെ സമഭാവനയോടുകൂടി കാണുന്നതിന് വേണ്ടി മതാന്തതക്കെതിരെ, വർഗീയതക്കെതിരെ, ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരെ മാനവ സ്നേഹത്തിന്റെ, മാനവ ഐക്യത്തിന്റെ പുതിയ സന്ദേശമാകാൻ നമുക്കൊക്കെ കൈമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് റഹീം മാസ്റ്ററുടെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ അസുഖങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗംഭീരമായ പ്രസംഗം ശ്രീനാരായണ ഗുരുദർശനം ഗംഭീരമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞ ശേഷം മാഷ് വേദിയിൽ നിന്നും ഇറങ്ങുന്നു. നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖന്മാരും മറ്റും മാഷുടെ കൈപിടിച്ച് കുലുക്കി അഭിനന്ദിക്കുന്ന രംഗമാണ് എനിക്ക് ആദ്യം മനസ്സിൽ തെളിയുന്നത്. പിന്നീട് ശ്രീനാരായണ വേദികളിൽ മാഷുടെ പ്രസംഗം ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുണ്ട്. മാഷുടെ പ്രസംഗത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഉദ്ധരണികൾ ഉണ്ടാവും, മഹത്വചനങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ കുറെ കവിതാ ശകലങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ തൻ്റെ പ്രഭാഷണ കലയെ നന്നായി, പ്രഭാഷണ കലയിലൂടെ ഓരോ ദർശനവും നന്നായി അവതരിപ്പിക്കാൻ റഹീം മാഷ് എന്നും ശ്രമിച്ചിരുന്നു. റഹീം മാഷ് ഏതൊരു പ്രസ്ഥാനത്തോടും അടുക്കുമ്പോൾ അതിലെ ആദർശത്തോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. അത് നന്നായി പഠിച്ച്, അത് ആത്മീയ വിഷയമായാലും സാഹിത്യ വിഷയമായാലും മറ്റ് ഏത് തരത്തിലുള്ള പ്രകൃതി അല്ലെ മധ്യ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളായാലും അത് നന്നായി പഠിച്ചുകൊണ്ട് ആ അറിവ് ജനങ്ങളിലെത്തിക്കാൻ വളരെ മനോഹരമായി റഹീം മാഷ്ക്ക്
സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ആദർശത്തോടുള്ള അടുപ്പം എന്ന് പറയാൻ ശ്രീനാരായണ ദർശനത്തോട് ഏറെ അടുത്ത അദ്ദേഹം പല മതസാരവും ഏകമാം എന്നുള്ള ദർശനം മനസ്സിലാക്കി ഉൾക്കൊണ്ട ഒരാളാണ്, ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെ മാഷക്ക് ഒരു മതത്തോടും ഒരു പ്രത്യേക താല്പര്യമൊന്നും വെച്ച് പുലർത്താറില്ല. എങ്കിലും ആ മതത്തെ പഠിച്ച്, ആ മതത്തിലെ ഗ്രന്ഥങ്ങളെ പഠിച്ച് അതിലുള്ള മാനവിക മൂല്യങ്ങളെ നന്നായി ജനങ്ങളിൽ എത്തിക്കാൻ എന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീനാരായണ പ്രസ്ഥാനവുമായിട്ടുള്ള അടുപ്പമാണ് നിത്യ ചൈതന്യ യതിയുമായിട്ടുള്ള അടുപ്പം. കനകമലയിൽ എത്തിക്കഴിഞ്ഞാൽ മാഷ് നിത്യചൈതന്യ യതി അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും മാഷിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അതിനുശേഷം അക്കാലത്ത് തലശ്ശേരി മേലോട്ട് ആ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകുന്നേരങ്ങളിൽ ഉപനിഷത്ത് ക്ലാസ് നടക്കാറുണ്ടാകും. ആ നടക്കുന്ന സമയത്ത് റഹീം മാഷ് നേരത്തെ വന്നിരിക്കും. വന്നിരുന്നു കഴിഞ്ഞാൽ നിത്യ ചൈതന്യ യതിക്ക് നിർബന്ധം റഹീം മാഷ് കുറച്ച് സമയം സംസാരിക്കണം എന്നുള്ളതാണ്. റഹീം മാഷുടെ ശബ്ദം അത്രമേറെ പ്രിയങ്കരമായിരുന്നു യതിക്ക് എന്നുള്ളത്. ഈ പ്രഭാഷണം റഹീം മാഷ് ഒരു 10 മിനിറ്റ് സംസാരിച്ച ശേഷമാണ് പിന്നീട് വളരെ ശാന്തമായിട്ട് യതി സംസാരിക്കുക. ആ യതി സംസാരിക്കുകയും ആ ബന്ധം തുടരുകയും ഗുരുകുലവുമായിട്ടുള്ള അടുപ്പമൊക്കെ മാഷ് വെച്ച് പുലർത്തുമ്പോഴും യതി സമാധിയായ ശേഷവും ഗുരുകുലവുമായിട്ടുള്ള ബന്ധം മാഷ് വിച്ഛേദിക്കുന്നില്ല. മാഷുടെ ജീവിതാന്ത്യം വരെ ഈ ഗുരുകുലമായിട്ട് അങ്ങേയറ്റം ബന്ധം വെച്ച് പുലർത്തുന്നു. ഞാൻ പറയുന്നത് വ്യക്തികളോടുള്ള അടുപ്പമല്ല, ആദർശത്തോടുള്ള അടുപ്പം. PR-ന്റെ ശിഷ്യനെ പോലെ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അവസാന കാലം വരെ ഈ സ്ഥാപനമായിട്ട് പുരുഷൻ ലൈബ്രറി ആയിട്ട് എപ്പോഴും ഒരു അഭേദ്യമായ ബന്ധം റഹീം മാഷെന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശ്രീനാരായണ ഗുരുദേവനെ പോലെ തന്നെ മഹാത്മാഗാന്ധിയെ പോലെ തന്നെ വാഗ്പ്രദാനത്തിലും ആകൃഷ്ടനായിരുന്നു റഹീം മാഷ് എന്നുള്ളതാണ്. എന്നെ പോലുള്ളവർക്ക് ഈ വാഗ്പ്രദാനന്ദ ഗുരുദേവനും ശ്രീനാരായണ ഗുരുദേവനും വ്യത്യസ്ത മാർഗങ്ങളിലൂടെയല്ലേ സഞ്ചരിക്കുന്നത്, പിന്നെ ഇവരെങ്ങനെയാണ് ഒന്നിച്ചു പോവുക, അല്ലെ ആ ദർശനം എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. താഴേക്കുന്നൊക്കെ പറമ്പിൽ വെച്ചിട്ട് ഒരിക്കല് റഹീം മാഷ് ആത്മവിദ്യാസംഘത്തിന്റെ ഒരു പൊതുയോഗത്തിൽ വൈകുന്നേരം നടത്തിയ ഒരു പൊതുയോഗത്തിൽ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അത് ഏകദേശം ഒരു മണിക്കൂറിലധികം വാഗ്പ്രദാനന്റെ ദർശനത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ആ ദർശനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീനാരായണ ഗുരുദേവനും വാഗ്പ്രദാനത്തിനും സമാശയരായിരുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടുപേരുടെയും മാർഗം അദ്വൈതമാണ് എന്ന് നമ്മളെ പോലുള്ള ആൾക്ക് ബോധ്യപ്പെടുത്തിയത് റഹീം മാഷുടെ പ്രസംഗത്തിലൂടെയാണെന്ന് മനസ്സിലാക്കുക കഴിയും. ആ ആത്മവിദ്യാസംഘത്തിന്റെ ഈ കഴിഞ്ഞ ഏകദേശം 3 ദശാബ്ദക്കാലം, അതായത് 30 കൊല്ലത്തോളം ഈ ആത്മവിദ്യാസംഘവുമായിട്ട് റഹീം മാഷ് എന്നും നിരന്തരം ആ ആത്മവിദ്യാസംഘത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ റഹീം മാഷ് ഇല്ലാത്ത ഒരു സമയം 10-30 കൊല്ലത്തോളം ഉണ്ടായിട്ടില്ല എന്നതാണ്. നീയും അനീതിയും ഒന്നിച്ച് ജീവിക്കരുത് എന്നുള്ള വാഗ്പ്രദാനത്തിന്റെ സന്ദേശം റഹീം മാഷുടെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ എന്ത് അസ്വസ്ഥത കാണുമ്പോഴും എന്ത് അനീതി കാണുമ്പോഴും റഹീം മാഷ് രാഷ്ട്രീയത്തിൽ നിന്നും അകന്ന് മനുഷ്യപ്പെട്ട രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് ആ അനീതികളെ എതിർക്കുന്ന കാഴ്ച അവസാനം വരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാഷ് കാര്യമായിട്ട് അന്നേരം ഗാന്ധി യോഗത്തിലൂടെ മദ്യ നിരോധന സമിതിയിലൂടെയൊക്കെയാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താറ്. എന്തായാലും ജീവിത മൂല്യങ്ങളിൽ, മനുഷ്യ മൂല്യങ്ങളിൽ, മനുഷ്യത്വം എന്ന സന്ദേശം എന്നും ഹൃദയത്തിൽ പേര് നടന്ന ആ മഹാനുഭാവന്റെ സ്മരണക്ക് മുമ്പിൽ ഞാൻ വിനയ പൂക്കുകയും അർപ്പിക്കുന്നു. അഭിമാനം തോന്നുകയാണ്. ഏറെ അഭിമാനിക്കുന്നു ഇങ്ങനെയൊരു ഉപ്പയുടെ മകളായി ജനിച്ചത്. എനിക്ക് പറയാൻ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഉപ്പയെ കുറിച്ച് പറയുന്നതായിരിക്കും. ഞങ്ങൾക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ യാതൊരു ചെറുപ്പം മുതലേ അങ്ങനെ ഒരു വിവേചനം ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചെറുപ്പത്തിൽ എന്നെ കൈപിടിച്ച് കനകമലയിൽ കൂട്ടിക്കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഞാൻ അവിടെ ക്ലാസ്സുകൾ, ചെറിയ കുട്ടിയാണ്, നിലത്തിരുന്നിട്ട് ഞാൻ ക്ലാസ് ഇങ്ങനെ കേൾക്കും. എനിക്ക് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളാണ്. കുറേ നേരം നിലത്തിരിക്കുമ്പോൾ എനിക്ക് മടുക്കും. അതുപോലെ
പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ വീട്ടില് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വലിയൊരു എന്താ പറയാ, നമ്മളാകെ നിശ്ചലമായ ഒരവസ്ഥയാണ് ഇപ്പൊ. അത്രയും നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പാട്ട് പാടിയും ചിലപ്പോ ചിന്താവിഷ്ടയ സീത വായിക്കുമ്പോ അതിങ്ങനെ പാടി 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 നമ്മള് അതിലെ ലൈൻസ് നമ്മളങ്ങ് വല്ലാത്താണ്. കനിവാർന്നനുജാപുറുക്ക നീ നിനയാതോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമാ ചിലപ്പൊഴി മനമോടാത്ത മാർഗമില്ലടോ. അതിങ്ങനെ ആ പാറപ്പുറത്തിരിക്കുന്ന സീതയും ലക്ഷ്മണനോട് സീത പറയുന്നതും ആ പരിഭവമൊക്കെ നമ്മളിങ്ങനെ ഇപ്പൊ മീനിങ് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ പാടി പാടി അതിങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ അറിയാതെ പഠിച്ചു. ചിലപ്പോൾ ലീലയായിരിക്കും, ചിലപ്പോൾ ചങ്ങമ്പുഴയായിരിക്കും. അത് ഒരു അനുഭവമായിരുന്നു. പക്ഷെ എത്രയോ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അങ്ങനെയായിരുന്നു. എപ്പോഴും ഓരോ ഘട്ടത്തിലും ധാരാളം അറിവ്, പക്ഷെ കുറെ മൂല്യങ്ങൾ നമ്മൾ അറിയാതെ ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടല്ല ഉപ്പ ഞങ്ങളെ പഠിപ്പിച്ചത്. പല കാര്യത്തിലും ഏറെ കണിശതയായിരുന്നു. ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച് അത് കണ്ടിരിക്കണം. അതുപോലെ പല കാര്യത്തിലും കയറി വരുമ്പോൾ കാണണം. ചില കാര്യത്തിൽ പിടിവാശിയുണ്ട്. ചെറിയ കുട്ടികളെ പോലെ പിണങ്ങും. നമ്മളൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ പറയുന്നത് കൂടിപ്പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല, ചെറിയ കുട്ടിയെ പോലെ പിണങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് അവളെന്താ മിണ്ടത്തോക്കെന്താ, അങ്ങനെ ഒരു ചെറിയ കുട്ടിയുടെ പരിഭവം. അതുപോലെ ഉപ്പയുടെ തമാശകള് പൊട്ടിച്ചിരിക്കും. കുളിമുറിയിലൊക്കെ കയറിയാൽ ഉറക്കെ പാട്ട് പാടി അങ്ങനെ ഭയങ്കര പൊട്ടിച്ചിരിപ്പിക്കുകയും ഞങ്ങളെ ചിരിപ്പിക്കുകയും ചിരിക്കും. ആ വീടൊരു സംഭവമായിരുന്നു ശരിക്കും. ഞങ്ങൾക്ക് വല്ലാത്ത ചെറുപ്പം മുതൽ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. ഏറെ ഫ്രീഡം തന്നിട്ടുണ്ട്, ഞങ്ങളെ വളരാൻ അനുവദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ അപ്പോ ചില മൂല്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് നമ്മളെ പറയാതെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വന്നതാണ്. പിന്നെ എൻ്റെ ഞാൻ അടുത്ത താമസിക്കുന്നതാണല്ലോ. അപ്പോൾ എൻ്റെയും ഇലക്ട്രിസിറ്റി ആയാലും നികുതി ആയാലും എല്ലാം ഉപ്പ പോയിട്ട് അടച്ചു കൊണ്ടുതരും. അപ്പോൾ ഒരു 7 രൂപയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രാത്രി ആയാലും വന്നിട്ട് അത് ഒരു ചെറിയ പേപ്പറിൽ എഴുതിയിട്ട് തിരിച്ചു തരുന്ന ആ ഒരു ശീലം, അതിലൂടെ എനിക്കൊരു പാഠം പഠിക്കാനുണ്ടായിരുന്നു. ഒരാൾക്കൊരു കാര്യം കൊടുക്കാനുണ്ടെങ്കിൽ അത് എഴുതി വെച്ചിട്ട് അത് തിരിച്ചു തരണം എന്നല്ല. അത് ഉപ്പ എന്നെ പറയാതെ ഉപ്പയിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ പല കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർത്തെടുക്കുന്നില്ല, അത്രയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഏറെ മൂല്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ഉപ്പയുടെ വേറൊരു പ്രത്യേകത എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നത്, ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ജീവികളോടുള്ള ഒരു കരുണയാണ്. ഒരു കുറേ സംഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഒരു പശുവിനെ പോറ്റിയിട്ട് അതിനെ വിറ്റ് കഴിയും, മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കും വീട്ടിലുള്ള ആൾക്ക് നോക്കാനുള്ള പറ്റാത്തത് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. എന്നാലും അതിനെക്കുറിച്ച് ഓർമ്മിച്ചിട്ട് പഴവും വാങ്ങിയിട്ട് ഉപ്പ അതിനെ കാണാൻ പോകും. പിന്നെ എന്തിനെങ്കിലും പൂച്ചക്കോ എന്തെങ്കിലും പറ്റിയാൽ മൃഗാശുപത്രിയിൽ കൊണ്ടുപോകും. അങ്ങനെ കുറെ കഥകൾ ആ ഉപ്പയുടെ നിങ്ങളെല്ലാവരും ഉപ്പയ്ക്ക് നൽകുന്ന ഈ ഒരു സ്നേഹം വളരെ സന്തോഷമുണ്ട്. ഉപ്പയെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഏറെ നന്ദിയും കടപ്പാടും ഉണ്ട്. അതുപോലെ ഈ ഒരു സന്ദർഭത്തിൽ ചെറിയൊരു കാലയളവിൽ പ്രിസം പബ്ലിക്കേഷൻസ് ഇറക്കിയ പുസ്തകം, ചെറിയൊരു കാലയളവിലാണ് ആ പുസ്തകം ഇറക്കിയത്. എല്ലാവരോടും ഇവിടെയുള്ള എല്ലാവരോടും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. രണ്ടാം സ്ഥാനം അശ്വിനി കെ, ബ്രണ്ണൻ കോളേജ്. പ്രോത്സാഹന സമ്മാനം കൃഷ്ണപ്രിയ എസ് മനോജ്, ഗുരുവായൂരപ്പൻ കോളേജ്. ഹൈസ്കൂൾ വിഭാഗം ഒന്നാം സ്ഥാനം ശ്രീനന്ദ പി വി, GVHSS കതിരൂർ.
രണ്ടാം സ്ഥാനം ധ്യാൻ പ്രമോദ്, ഗവൺമെന്റ് HSS കുണ്ടങ്ങാപ്പൊയിൽ. അതോടൊപ്പം തന്നെ ഇന്ന് റെയിൽ മാസ്റ്റർ അനുസ്മരിക്കുന്നത് ഞങ്ങൾക്ക് കളഞ്ഞുപോയ ഒരു വലിയ ഭാഷയിൽ പറയാൻ മാണിക്യമായിട്ടാണ് റെയിൽ മാസ്റ്റർ കാണുന്നത്. പല വേദികളിലും പല കാര്യങ്ങളിലും റെയിൽ മാസ്റ്റർ ഉണ്ടായാൽ അതിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഇന്നേ രീതിയിലായിരിക്കണം എന്ന് നിർബന്ധ റെയിൽ മാസ്റ്റർ ഉണ്ടായിരുന്നു. ഇവിടെ ലൈല സൂചിപ്പിച്ചതുപോലെ ഒരു വല്ലാത്ത ബന്ധമാണ് എല്ലാ ജീവജാലങ്ങളോടും എല്ലാ മനുഷ്യരോടും ഒക്കെ തന്നെ വല്ലാത്തൊരു ബന്ധമാണ്. പല മേഖലകളിലും ഉണ്ടായിരുന്നു. ഇത് സത്യസന്ധത അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ എനിക്കൊന്ന് 88 തോന്നുന്നു, അന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു റെയിൽ മാഷാണ് നമുക്ക് നല്ലതെന്ന്. ഇപ്പോൾ റെയിൽ മാഷ് ക്ഷണിക്കാൻ ഞാനും എൻ്റെ കൂടെ അന്ന് പാർട്ടിയുടെ ആരോ വന്നു. ഞങ്ങൾ പോയി റെയിൽ മാഷെ ക്ഷണിച്ചു. റെയിൽ മാഷ് വളരെ ആലോചിച്ചു, നാളെ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞു ഞങ്ങൾക്കത് മത്സര രംഗത്ത് ഞങ്ങൾ എന്തായാലും ഇല്ല, ഞാനൊരു ഗാന്ധിയാണ്. അപ്പോൾ എന്തായാലും വിജയിക്കും, റെയിൽ മാസ്റ്റർ ആണെങ്കിൽ എന്തായാലും വിജയിക്കും. അതുകൊണ്ടാണ് റെയിൽ മാസ്റ്ററുടെ പേര് അച്ഛൻ പറഞ്ഞത്. പക്ഷെ എന്നിട്ട് പോലും എന്താണ് തൻ്റെ ജീവിത ദൗത്യം, ആ ദൗത്യത്തിൽ ഇത് പാടില്ല എന്നത് നിർബന്ധമുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ല അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചുരുക്കമായി. അപ്പൊ നമുക്ക് എന്തുകൊണ്ടും റെയിൽ മാസ്റ്റർ നഷ്ടമാണ്, അത് സംശയമില്ല. ഇവിടെ കുടുംബത്തിനേറ്റ നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു, പക്ഷെ അതിൽ കൂടുതൽ നഷ്ടമാണ് ഏത് കാര്യത്തിലും. ഇവിടെ ഞങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ പ്രശസ്ത സാഹിത്യകാരനെ മൂന്നനെ ആദരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആര് ആദരിക്കുമെന്നതിനെ കുറിച്ച് പറഞ്ഞു. അന്ന് ഇവിടെ വന്ന് പ്രഭാഷണമൊക്കെ നടത്താൻ ഏറ്റവും നമുക്ക് എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം താഴെ വന്ന് ഇന്നയാളെ നമുക്ക് ക്ഷണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് എഴുതുകയും ആ കത്തിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, നമ്മുടെ ബുക്കിലുമുണ്ട്. അപ്പോൾ ഇന്നയാളെ ക്ഷണിക്കാമെന്നൊക്കെ തന്നെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞു എനിക്ക് ഇവിടുന്ന് വല്ലാത്തൊരു വേദനയുണ്ട്, ഡോക്ടറൊക്കെ പറയുന്നുണ്ട് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു അതെന്താ ചെയ്തുകൂടെ, അതൊന്നും കീറി മുറിക്കൊന്നും ശരിയല്ല. പെരുമാൾ സംസ്ഥാനമായിട്ട് പറഞ്ഞതാണ് ഈ ലൈബ്രറിയിൽ നിന്ന്. അപ്പോൾ കീറി മുറിക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്തത്, സ്വന്തം ഈ ശരീരം പോലും കീറി മുറിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു റെയിൽ മാസ്റ്റർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം വന്ന് എഴുതിയ കത്ത് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അത് സൂക്ഷിക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഞങ്ങളന്ന് ഇറക്കിയ പുസ്തകത്തിൽ നിങ്ങളത് അതേ രൂപത്തിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തെ അന്ന് പ്രധാന പ്രസംഗം നടത്താൻ വേണ്ടി EM ഹാഷിമിനെ ക്ഷണിക്കണമെന്ന് അദ്ദേഹം തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കത്ത് എഴുതി വെക്കാൻ വന്നതായിരുന്നു. കത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഞാനിത് പറയാനുള്ള കാരണം എല്ലാറ്റിലും ഒരു കൃത്യനിഷ്ഠ, ഒരു കൃത്യത അതിതായിരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമായി. അപ്പോൾ ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയും നമുക്കൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ 2-3 ദിവസമായില്ലേ പല വേദികളാണ്, ചെറുതും വലുതുമായ വിവിധ വേദികളാണ് അനുസ്മരണം നടത്തുന്നത്. ഈ COVID-19 കാലഘട്ടമായിട്ട് പോലും എനിക്ക് തോന്നുന്നത് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് 4-5 പരിപാടികൾ വളരെ പ്രത്യേക രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരും പല വിധത്തിലുള്ള പല മേഖലകളിലുള്ള ആളുകളും നടത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ പല രീതിയിലാണ് ഇപ്പോൾ പ്രസംഗിച്ചവരൊക്കെ തന്നെ രാജൻ മാസ്റ്റർ രവിയായാലും ശശിയായാലും രമ്യയായാലും രാജമാഷായാലും അതുപോലെ തന്നെ രമേശായാലും ഒക്കെ തന്നെ പറഞ്ഞു. അതൊരു വല്ലാത്തൊരു ബന്ധമാണ്. സാധാരണ വലിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ മഹാന്മാരെ കുറിച്ച് പറയാൻ കഴിയും. പക്ഷെ അതിനേക്കാൾ ഉപരി എളിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ നമുക്ക് റെയിൽ മാസ്റ്ററെ കുറിച്ച് മാത്രമേ സാധിക്കൂ. അതാണ് റെയിൽ മാസ്റ്റർ.
അദ്ദേഹം അങ്ങനെയായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുന്നതൊക്കെ തന്നെ കട്ടിയുള്ള വാക്കുകൾ, ചിലപ്പോഴൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകാത്ത വാക്കുകൾ അത് ചോദിച്ചാൽ പറയും ഇങ്ങനെ ആയിരിക്കണം. ചില കാര്യങ്ങളെക്കുറിച്ച് രാവിലെ എഴുന്നേറ്റാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ പലപ്പോഴും കേട്ടതാണ്. ഒരു ദിവസം ശാന്തിഗിരിയിലായിരുന്നു, തിരുവനന്തപുരത്ത് പോത്തങ്കോട്. അവിടെ പരിപാടിക്ക് പോയപ്പോൾ റഹീമാഷായിരുന്നു പ്രസംഗിക്കുന്നത്. കുറേ നേരം കേട്ടിരുന്നതാണ്. എന്നിട്ടാണ് ഞാനൊന്ന് മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ പിന്നെ പ്രസംഗിച്ചത്. അപ്പൊ അത് കാരണം എന്താ, അവിടെയും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുപാട് ആളുകളാണ്. പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള റഹീമാഷോട് പല വാക്കുകളും പല പ്രസംഗങ്ങളും നമുക്ക് ജീവിതത്തിൽ ആക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ടത് ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നത്, രാവിലെ എഴുന്നേറ്റാൽ കണ്ണ് കഴുകണം. അത് എവിടെയോ ഒരു പ്രശ്നത്തെ ഞാൻ കേട്ടോ, കണ്ണ് എന്തിനാ നമ്മളെ കണ്ണിൽ അളികെട്ടി അളി നമ്മുടെ എന്താ പറയാ ഒരു വല്ലാത്ത വൃത്തികേടാണ്. എന്നിട്ട് മാത്രമേ നമ്മൾ വേറെ എന്ത് ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റാൽ അതിനുശേഷമാണ്, എനിക്ക് തോന്നുന്നത് 10-15 കൊല്ലം മുമ്പേ ഞാൻ കേട്ടതാണ്. അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ ഒരുപാട് വാക്കുകളും പ്രസംഗത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നതാണ്. ഇപ്പൊ കണ്ണിലെ അളി ഇല്ലാതാക്കണം നിർബന്ധമാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് അതെന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ചോദിച്ചിരുന്നു ഒരിക്കലും. അപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ തന്നെ വല്ലാത്ത രൂപത്തിലായിട്ട് മാറും. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഹാനികരമാണ്. അത് മതപരമായ ചടങ്ങുകളിൽ മറ്റു ചടങ്ങുകളിലൊക്കെ തന്നെ പ്രസംഗിക്കുമ്പോൾ മതവും കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം. ഞാനിത് പറയാനുള്ള കാരണം ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കത്തക്ക രീതിയിലുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ടായത്. അതൊക്കെ തന്നെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ചിത്രത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും വിജയിച്ചവരെയും ഒക്കെ തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട്